എന്താ ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി ഒരു വിവരം നമുക്ക് ലഭിച്ചേക്കണ്. മിലിറ്ററി ഹെലി പോലീസിൻ്റെ മേലെ പോലീസിൻ്റെ മേലെ തന്നെ മിലിറ്ററി ഹെലി എന്ന് ഉദ്ദേശിച്ചു മിലിറ്ററി ഹെലികോപ്റ്റർ. അത് നമ്മളൊന്ന് അടിച്ചു മാറ്റാൻ പോവാണ്. നമ്മളിത് അടിച്ചു മാറ്റും. എന്ത് ശബ്ദം കേട്ട് എന്തൊരു ശബ്ദം കേട്ട് ഞാൻ പുറത്തോട്ട് നോക്കട്ടെ. ഞാൻ വണ്ടി ഫോണിലിരുന്ന് യൂട്യൂബ് എന്തൊക്കെ കാണുക. അല്ല എൻ്റെ വണ്ടി ചോനെ എൻ്റെ ഒരു ആകെയുള്ളൊരു ഡിഫൻഡർ കൊണ്ടുപോയി കളഞ്ഞ്. ഞാൻ മിസ്റ്റർ ബീസ്റ്റ് ആണെങ്കിലും എൻ്റെ ഇപ്പം ഇതൊന്നും ഇല്ല. എൻ്റെ ആകെ സൈക്കിളാണ്. അപ്പം നമുക്ക് അടിച്ചു മാറ്റാൻ പോവാം. എന്തായാലേ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ ഒരിക്കൽ ദിവസം ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട്. ജയന്മാരൊക്കെ ഞാൻ കൊന്നല്ലേ. അല്ല അടിച്ചു മാറ്റണം. പോലീസ് നമ്മളറിയില്ലേ. അതിന് നമുക്ക് എന്തായാലും ഒരു പറക്കുന്ന സാധനം വേണമായിരിക്കും. പക്ഷെ ഇവിടെ എവിടെ പറക്കുന്ന സാധനം കിട്ടുക. നമ്മളുടെ നമ്മൾ പണക്കാരല്ലെങ്കിലും നമുക്കൊരു കാര്യം അറിയാം. നമ്മളൊരാളെ രണ്ടുപേരെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന എന്താ ഉള്ളത്, ഒരു തരം ഇതുണ്ട്. ആ സാധനം എടുക്കുന്നത് നമ്മൾ ഇതിൽ ഏതെടുക്കണം. ഇതെടുക്കാം. നമ്മളിത് എന്താണ് കൊണ്ടുപോകാം. അപ്പം നമുക്ക് പോകാം ഗായ്സ്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ നേരെ പോകാൻ പോണത് എവിടോട്ടാന്നറിയാലോ നിങ്ങൾക്ക്. നമ്മളിനി ഇവിടോട്ട് വേണം ഇവിടോട്ട് പോയിട്ട് പറക്കേണ്ടതാണല്ലേ വേണ്ടത്. നമ്മളെന്തായാലും ബുള്ളറ്റ് എടുക്കാത്ത പോലെ വണ്ടിക്ക് അധികം സൗണ്ടില്ല. ബുള്ളറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ ഫുള്ളാ സൗണ്ട് കേട്ടിട്ട് നമ്മളെ എടുത്തിട്ട് വന്നല്ലോ. അതെ, ഈ സ്ഥലത്ത് അധികം സെക്യൂരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഈ ഹെലികോപ്റ്റർ അടിച്ചാറ്റി കൊണ്ടുപോകാം. എനിക്കിഷ്ടമുള്ള പറ്റി ഞാൻ എന്തോ വരും അടിച്ചാറ്റി കൊണ്ടുപോകും. എനിക്കധികം പേടിയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ ഊരിച്ചത് ഇതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്. എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഇത് ഓടിക്കണമെന്ന്. പക്ഷെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യണം, ഒന്നുകൂടി ഓടിക്കണമെന്ന്. പറത്തി അങ്ങനെ വളച്ച് അയ്യോ പണ്ടത്തെ വീട്ടിൽ ലൈഫൊന്നും പോയിട്ടില്ല നമുക്ക്. നമ്മൾ ചത്തിട്ടില്ലട്ടാ. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചു. നമ്മളിപ്പോൾ നമ്മൾ പണ്ടത്തെ വീട്ടിലല്ലേ. ഈ വീട് കടത്തി കുറച്ചല്ലേ. എന്തായാലും ഈ വീട്ടിൽ കുറച്ചേരം നിൽക്കാം. പോലീസുകാർ പോലും കണ്ടിട്ടില്ല നമ്മൾ വണ്ടി ക്രാഷാണ്. എന്തായാലും നമ്മൾ വണ്ടി ഇതാണ്. സ്വിമ്മിങ് പൂളൊന്നും രസമില്ല. ഞാൻ വീട് വിൽക്കാൻ കാരണം തന്നെ ഇതാണ്. സ്വിമ്മിങ് പൂളിലൊന്നും നമ്മളെ കാര്യം എടുത്തൂല. അത്ര കുഞ്ഞ സ്വിമ്മിങ് പൂളാണ്. ഞാനിടക്ക് വണ്ടി വരെ ഈ സ്വിമ്മിങ് പൂളിലായിരിക്കും. അത്രയും കുഞ്ഞ സ്വിമ്മിങ് പൂളാണ് ഞാൻ ഈ വീടായിട്ട്. ഇനി നമ്മൾക്ക് എങ്ങനെ വീട്ടിലോട്ട് പോകാനാണ്. ഇത് എടുത്ത് തന്നെയാണ് നമ്മൾ ക്രാഷായിരുന്നു. നിക്ക് ഒരു വണ്ടി നമുക്ക് അടിച്ചു പറ്റാം. പണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഒരു കുടിലായിരുന്നു ഇവിടുത്തെ ഓഫീസ്. എനിക്ക് എയർപോർട്ട് ഓഫീസ്. അതെ. ബുള്ളറ്റൊന്നും വേണ്ട. ബുള്ളറ്റ് നമുക്കിപ്പോൾ ബുള്ളറ്റ് ആവശ്യമില്ല. ബുള്ളറ്റ് അടിച്ചു വരെ നമുക്ക് അടിയില്ല. നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അതിലൊന്നും വെച്ച് അവിടെ തീർക്കണം. നമ്മളേക്ക് കൊല്ലട്ടാവനെ പോയ ചത്ത്. എനിക്ക് അവനോടുള്ള പക അങ്ങനെ അടങ്ങിയിട്ടില്ല. ഇതെന്ത് വണ്ടി അത്? ഇതേത് വണ്ടി? സൂപ്പറല്ലേ? സൂപ്പറാണോ അത്? ഫെറാറിയാ? സൂപ്പറേ നമുക്കറിയില്ല. എന്നാലും നമുക്ക് ഈ വണ്ടി അധികം ഇഷ്ടമായി. ഈ വണ്ടിനെ നമുക്ക് അടിച്ചു പറ്റണം. ചില്ലോട്ട്
ഓടി മതി ഊടറാ നീ ഓടി. അവനിക്ക് വണ്ടി തരാൻ പറഞ്ഞപ്പോൾ പുച്ഛം. സാറേ എനിക്കൊരു സ്ഥലത്ത് പറയാൻ പോകാനോ, വണ്ടി ഒന്നും തരുമോ? എന്താ താൻ പോടോ, എനിക്കൊന്നും വണ്ടി തരാൻ പറ്റില്ല. പോടോ, എനിക്ക് വണ്ടി തരാൻ പറ്റില്ല അല്ലേ? തന്നോട് ഞാൻ വാങ്ങിക്കാൻ ചോദിച്ചല്ലേ ഉള്ളൂ. തന്നോട് വെടി വെച്ചിട്ട് വെടിവെക്കാനില്ലല്ലോ, പറ്റുന്നില്ലല്ലോ. താനും ചെല്ലോട്ട് താൻ വണ്ടി ഓടിക്കണം. താൻ വണ്ടി ഓടിക്കണം. അയാളുടെ വിചാരം അല്ല, രണ്ട് വണ്ടി അങ്ങനെ അവിടെ ഒരു പൊടി കലാശം പോലെ രണ്ടുപേരും വണ്ടിയെടുത്ത് തീർന്നുണ്ട്. ആകെ പടന്ന് പറ്റുന്നു. അയ്യോ, നമ്മളുടെ വണ്ടി ഇയാളുടെ ദരിദ്രവാസിയാണ് പോകുന്നത്. വണ്ടിക്ക് കണ്ടുപോകാറില്ല. നല്ല സ്പീഡിലാണ് നമുക്ക് പോകണം. എന്തായാലും നമുക്ക് അവിടെ തണുന്നുള്ള ആലോചന നോക്കണം. നമ്മുടെ ബൈക്ക് എടുത്ത് പോവാം. ധോണിൻ്റെ വീട്ടിലോട്ട് പോവാം. ഇപ്പം കാലത്ത് പോയി സംശയിക്കും. നമ്മളെ ഈ കാലം തോന്നുന്നത് ഈ സാധനം അപ്പം ചില നമ്മളിപ്പോൾ പോലീസ് പിടിക്കാൻ വന്നില്ലെങ്കിലും നമ്മൾ കട്ടുകൊണ്ട് പോണത് അതേ ശരിയാണ്. ധോണിനറിയില്ല, ഇത് സൈലൻ്റ് പ്രശ്നമാണ്. നമ്മുടെ എന്തോ ഇല്ല മുന്നിട്ട് പോകാൻ പോയി. അത് ഇവിടുത്തെ വണ്ടികൾക്കൊന്നും മുന്നിട്ട് പറഞ്ഞ് അതെ നമ്മളെ ഇവിടേക്ക് ആരോട് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ബൈക്കിൽ കൊണ്ട് എടുത്തിട്ട് പോകാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. ഈ പ്ലെയിൻ നമുക്ക് പുറത്താ. അപ്പം നമുക്ക് ഈ പ്ലെയിനെടുത്ത് പോവാം ഗൈസ്. ഇവിടെ അങ്ങനത്തെ 2 പ്ലെയിൻ ഉണ്ട്. ഒരു പ്ലെയിൻ പോയെങ്കിൽ നമുക്ക് എന്താ രണ്ടാമത്തെ പ്ലെയിൻ എടുക്കാം. ഈ പ്ലെയിൻ നമുക്ക് ഈ പ്ലെയിൻ എൻ്റെ സ്വപ്നമാണ്. ഈ പ്ലെയിൻ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. ഈ പ്ലെയിൻ ഇങ്ങനെയാണോ കൺട്രോളിങ്? പുറത്താ ഈ പ്ലെയിനെ നമുക്ക് എടുത്ത് നമുക്ക് പറക്കുമ്പോൾ നല്ല എൻജോയ് ആയിരിക്കും. ഈ പ്ലെയിൻ സാധാ പോലെയാണ് തോന്നണത് പറക്കാൻ വേണ്ടിയിട്ട്. എന്താ എന്തൊരു സൗണ്ട് കേട്ട് നമുക്കറിയില്ല. എന്തായാലും അത് വിട്ടേക്കാം. അത് ഏതോ ഒരു കുട്ടിയെ ഇവിടുന്നോ ജോലി എടുത്തതാണ്. അതിപ്പോൾ എന്തായാലും ഇവിടെ നമ്മളുടെ വണ്ടി അവിടെ ബൈക്ക് അവിടെയാണ്. നമുക്ക് എന്തായാലും ഇവിടെ കൂടെ കയറാം. ഒരു വണ്ടി ഉണ്ട് ഇടിച്ചോടെ. ഫോർച്യൂണറല്ലേ പോണത്? എന്താ ലെജൻഡറാ ഫോർച്യൂണറോ അറിയില്ല. എന്നാണ് ഏത് വണ്ടിയാലും കുഴപ്പമില്ല. നമ്മളെയുള്ള വണ്ടിയാരോ അയ്യോ ലെജൻഡർ നമ്മൾ പറഞ്ഞോണ്ടപ്പോൾ നിർത്തി തന്നു. ചേട്ടാ തരൂല. അതൊക്കെ ചോദിക്കാൻ നീയാരാ? കണ്ട എന്നെ തോക്കണ് വെടിയെ ചെയ്യാൻ കൊല്ലും. ഒന്ന് പോടോ താൻ്റെ ഒരു കളിത്തോക്ക്. കളിത്തോക്കടാ കളിത്തോക്കായി തോന്നുന്നത് നിങ്ങൾക്ക്. നീ നെഞ്ചിലോട്ട് അടിക്കി പൊളിക്കുക. അത് വേണം. ഇതൊന്നും ഷോക്കായില്ല ഞങ്ങൾക്ക്. എനിക്ക് മനസ്സിലാവാൻ ഭാഷ ഞാൻ പറഞ്ഞു തിരിച്ചു. നമുക്കിനി ഒന്നും നോക്കണ്ട. നമുക്കിനി മിലിറ്ററി ബേസിലോട്ട് പോവാം. മിലിറ്ററി ബേസിൽ ഉണ്ടാവും. ആ സാധനം നമുക്ക് ഉണ്ടായിരിക്കും. ലേറ്റായിട്ട് ആദ്യം അറിയാണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. ഇവിടെ പ്ലെയിൻ പോണത് ഒരു കുട്ടിയാണ് വിളിച്ചു വന്നതെന്ന് എന്താണെന്ന് പറഞ്ഞു. കുട്ടിയാണെങ്കിൽ എത്തായിട്ട് വരില്ല. പ്ലെയിനെ എയർപോർട്ടിൽ നിന്ന് വന്നതായിരിക്കും വന്നത്.
ഈ ഭാഗത്ത് കൊണ്ടു പോയേക്കാം. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ എടുത്ത് നമ്മൾക്കിനി പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോണത്. ഒരു മിലിറ്ററിക്കാരനും ഇവിടെ ഇല്ല. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി കാണാം. എവിടെ ഹെലികോപ്റ്റർ ഓടുന്നില്ലല്ലോ. ഫോണില് അവരോട് വിളിച്ച് പറയലാ. മറ്റേ അവനോട് ഞാൻ പറയണ് ഇവിടെ അവിടുന്ന് മാറ്റിന്ന്. ആവോ എവിടെയാവോ ഗായ്സ്, ഇത് അടിയിലായിരുന്നു എന്നാണ് പറഞ്ഞ അവര്. ഞാൻ അടിയിൽ പോയപ്പോ ഇത് കണ്ടു ഹെലികോപ്റ്റർ. ഓ, ഇതാണ് ഞാൻ ഏറ്റവും വലിയ സ്വപ്നം. ഇത് ഞാനത് എന്തായാലും നേടുന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്താ പുതിയതായിട്ട് വന്ന് കിട്ടിണ്ടായിരുന്നു. നമുക്കൊന്നേ ഏതൊരു വണ്ടിയാ പോകുക. ഇതൊരു വണ്ടി തകർന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ചില ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്യാം, മിത്ത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമുള്ളവർക്ക് ഞാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.